ചായയില്ലാത്ത പ്രഭാതത്തെക്കുറിച്ച് ചിന്തിക്കുവാനാവില്ല. ചായയെക്കുറിച്ചാണ് ഇന്നത്തെ ചിന്ത. കാണാം ഹരിതം സുന്ദരം. തെരുവോരത്തുനിന്ന് തുടങ്ങി കൊടുമുടികൾ വരെ നീളുന്നതാണ് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ. പച്ചപ്പിൻ്റെ ചെറിയ കഞ്ചുകം പുതച്ച് മൂന്നാർ അങ്ങനെ നിൽക്കുമ്പോൾ അവൾ അതിസുന്ദരിയായി മാറും. മകരമഞ്ഞിൽ മൂന്നാറിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെ. മൂന്നാറിലെ കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷനിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. മാട്ടുപ്പെട്ടി പ്ലാന്റേഷനിൽ മാത്രം ഏതാണ്ട് 23 ഹെക്ടർ തേയിലത്തോട്ടങ്ങളുണ്ട്. കണ്ണൻദേവൻ്റെ R&D ഹിൽ പ്ലാന്റേഷനിൽ നിന്നും തേയിലയുടെ കഥ പറയാൻ തുടങ്ങുകയാണ്. അത് തേയിലയുടെ മ്യൂസിയം, തേയിലയുടെ ഫാക്ടറി, ടീ ടേസ്റ്റേഴ്സ് ഇവരിലൊക്കെ എത്തി നിൽക്കും. കാണാം ഹരിതം സുന്ദരം. ചായ കുടിക്കുമ്പോൾ ഒരുപക്ഷെ നാം തേയിലയുടെ കഥ ഓർത്തു എന്ന് വരില്ല. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് തേയില ഉണ്ടാകുന്നത്. വടക്കൻ ചൈനയിലെ ഷെന്നങ് എന്ന ചക്രവർത്തിയാണ് തേയില കണ്ടുപിടിച്ചത്. കുളിക്കാനായി തിളപ്പിച്ച വെള്ളത്തിൽ ഒരില ആകസ്മികമായി വന്നു വീഴുന്നു. ഉടൻ തന്നെ അതിൻ്റെ നിറം മാറുന്നു. ഒരു ഗന്ധം അന്തരീക്ഷത്തിലാകെ അലയടിക്കുന്നു. അറിയാത്ത ഒരു ഉന്മാദലഹരിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച ഇലയെക്കുറിച്ചായി പിന്നെ ഗവേഷണം. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ തേയില കൊണ്ടുവന്നത് റോബർട്ട് ബ്രൂസാണ്. ആസാമിലാണ് ഇന്ത്യയിൽ തേയില കണ്ടുപിടിക്കപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ 1823. ആസാമിലെ സിംഗ്ഫോ വംശജരിലാണ് തേയിലയുടെ ഉപയോഗം കൂടുതലായി ഉണ്ടായത്. അങ്ങനെ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്കും, ഇന്ത്യയിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്കും തേയില നാടുകടത്തപ്പെട്ടു. ഇന്ത്യയിലെ ചരിത്രമെടുത്താൽ ഇന്ന് ലോകത്തിലെ തേയില ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനം ഇന്ത്യക്കുണ്ട്. ഇനി ഇന്ത്യയുടെ ചരിത്രമെടുക്കാം. ലോകത്തിലെ തേയില ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഉൽപ്പാദനത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്നത് ചൈന തന്നെ. 13.2 ലക്ഷം ടണ്ണാണ് ഇന്ത്യയിൽ തേയിലയുടെ വാർഷിക ഉൽപ്പാദനം. അതിൽ 60,000 ലക്ഷം ടൺ കേരളത്തിൽ നിന്ന് തന്നെ, അതും മൂന്നാറിൽ നിന്ന്. കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷൻ്റെ മാട്ടുപ്പെട്ടി തോട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഹരിത മൃദു കഞ്ചുകം പോലെ കൊടിമുടികളെ ചൂടി നിൽക്കുന്ന തേയില ചെടികളാണ് ഇവിടെയുള്ളത്. ഏതാണ്ട് 26 മുതൽ 27 വർഷം വരെ ആയുസ്സുള്ള ചെടികളാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ല നീലവാന കാണാം. അതോടൊപ്പം തന്നെ ചെടിക്ക് വേണ്ടത്ര തണൽ നൽകുന്ന രീതിയിൽ വളരെ ആകർഷകമായി വെച്ചുപിടിപ്പിച്ചിട്ടുള്ള സിൽവർ ഓക്ക് മരങ്ങളും കാണാം. രാവിലെ മുതൽ തോട്ടത്തിലെ തൊഴിലാളികൾ ഇവിടെ പണിയിലുണ്ട്. അവരെല്ലാം തന്നെ ഒരുപക്ഷെ കണ്ണൻദേവൻ കമ്പനിയുടെ ഓഹരിക്കാർ കൂടിയാണ്. എന്തായാലും തേയിലയുടെ കൊളുന്ത് നുള്ളുക എന്നത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. അവരോടൊപ്പം ഞങ്ങൾ കൂടിയിരിക്കുകയാണ്. നമ്മുടെ ചായയിലെ തേയില ഉണ്ടായി വരുന്ന വഴികളിലൂടെയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. കൊളുന്താണ് ഇതിൻ്റെ അടിസ്ഥാന ഘടകം. കൊളുന്തിൽ പ്രധാനമായും ഒരു അമ്മയിലയും പിന്നെ 2 തളിരിലകളും ഒരു മുട്ടും ചേർന്നതാണ് ഒരു കൊളുന്ത് എന്നത്. ഒരു നല്ല കൊളുന്ത് പണ്ടൊക്കെ കൈകൊണ്ടാണ് കൊളുന്ത് നുള്ളിയിരുന്നെങ്കിൽ ഇന്ന് ഷിയർ അല്ലെങ്കിൽ കത്രി എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന് ഒരു ബാലൻസൊക്കെ ഉണ്ട്. പ്രകൃതിയുടെ സമന്വയം പോലെ തേയില വളരുമ്പോൾ തേയിലയുടെ രുചിയും തേയിലയുടെ ലാവണ്യവുമൊക്കെ ഭംഗിയായി വരത്തക്കതിൽ പ്രകൃതി ചെയ്യുന്ന ഒരു ബാലൻസ് പോലെ തന്നെ തേയിലയുടെ കൊളുന്ത് നുള്ളുന്നതിലും നല്ല ഒരു സമന്വയം ആവശ്യമുണ്ട്. ഒരു നീളമുള്ള കമ്പ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു പ്രതലം ഏകദേശം ക്രമപ്പെടുത്തി അതിനുശേഷം വളരെ വേഗത്തിൽ തന്നെ വളരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരിൽ കൗതുകമുണർത്തുന്ന, നോക്കിക്കൊണ്ട് നിൽക്കുന്നവരിൽ ഒരു വിസ്മയമുണർത്തുന്ന രീതിയിലാണ് ഇവിടെ ഈ തൊഴിലാളികൾ ഇത് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെയാണ് അവർ നിർവഹിക്കുന്നത്. ഇപ്പോൾ പൊതുവെ ഈ മഞ്ഞുകാലത്ത് തേയിലയെ സംബന്ധിച്ചിടത്തോളം, തേയിലയുടെ കൊളുന്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരം കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. സാധാരണത്തിൽ മഴ പെയ്യുമ്പോൾ ഈ തേയിലക്കൊളുന്തിന് ഉണ്ടാകുന്ന ഭാരം ഇപ്പോൾ ഈ മഞ്ഞുകാലത്ത് ഉണ്ടായെന്ന് വരില്ല. ഈ ആർദ്രതയും മഴയും ഒക്കെ ആശ്രയിച്ചാണ് ഇതിൻ്റെ ഭാരം
നിയന്ത്രിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു തൊഴിലാളിക്ക് ഒരുപക്ഷെ ഇന്ന് ഇവിടെ വരുമ്പോഴേക്കും ഏകദേശം 200 മുതൽ 300 വരെ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്ത് ഈ ഷീർ എന്ന ഉപകരണത്തിൻ്റെ സഹായത്താൽ ശേഖരിക്കാൻ കഴിയും. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ തേയില ഉൽപ്പാദന കമ്പനി കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻസ് ആണ്. ടാറ്റയിൽ നിന്ന് വേർപെട്ടിട്ട് 1 ദശാബ്ദം പിന്നിടുന്നു. തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും സ്വന്തമാണ് ഇന്ന് KDHP അഥവാ കണ്ണൻ ദേവൻ ഹിൽ പ്ലാന്റേഷൻസ്. രാവിലെ തന്നെ KDHPയിലേക്കാണ് ഞങ്ങൾ യാത്ര പോയത്. KDHPക്ക് ഒരു R&D പ്ലാന്റ് ഉണ്ട്. നാം ഇന്ന് കഴിക്കുന്ന ചായ സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുന്ന ഇടം കൂടിയാണ് ഇവിടം. തേയിലയിലാണ് പരിശോധന. തേയിലയിലെ പരാതരോഗങ്ങൾക്കായി ചെറു കീടനാശിനികളൊക്കെ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ അതൊന്നും ആരോഗ്യത്തിന് ദോഷം വരരുത്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായി ഇതൊക്കെ പരീക്ഷിച്ചു വിടുവാൻ KDHPയുടെ R&D ലാബിനാകും. ഫൈനൽ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഇവിടെ ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ റിസീവ് ആകും. അത് ആ വരുന്ന സാമ്പിൾ ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാക്ഷൻ മെത്തേഡ് ഉണ്ട്. അതിൽ ഞങ്ങൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന ഫൈനൽ പ്രോഡക്റ്റ് GCMSൽ ഞങ്ങൾ അനലൈസ് ചെയ്യും. അത് ഓൾറെഡി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വെച്ച് കമ്പയർ ചെയ്താണ് ഞങ്ങളത് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. ഈ ഫീൽഡിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സ്പൈറോമെസിഫിൻ, അത് നമ്മൾ ടീയിൽ എത്രത്തോളം അത് വരുന്നുണ്ട് എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് അതിൻ്റെ വാല്യൂ എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ഞങ്ങൾ ഇവിടുത്തെ പ്രോസസ്സിൽ ഞങ്ങൾ അനലൈസ് ചെയ്യുന്നത്. R&D ലാബിൽ നിന്നും നേരെ ഫാക്ടറിയിലേക്ക്. മാടുപ്പെട്ടിയിലാണ് KDHPയുടെ ഒരു ഫാക്ടറി സ്ഥിതി ചെയ്യുക. മാടുപ്പെട്ടി ഫാക്ടറിയിൽ എത്തുമ്പോൾ തേയിലയെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ടായിരുന്നു. അതൊക്കെയും പൂവണിയുന്ന കാഴ്ചകളാണ് പിന്നീട് കണ്ടത്. വരൂ, യഥാർത്ഥ തേയില എങ്ങനെ ഉണ്ടാവുന്നു എന്ന് നോക്കാം. മൂന്നാർ മലനിരകളിലെ തേയിലത്തോട്ടങ്ങളിൽ നിന്നും തേയിലക്കൊളുന്തുകൾ ശേഖരിച്ച് നേരെ എത്തുന്നത് ഇവിടേക്കാണ്. മഴയായാലും മഞ്ഞായാലും വേനലായാലുമൊക്കെ ഈർപ്പം തേയിലക്കൊളുന്തിലുണ്ടാവും. തേയിലക്കൊളുന്തിനെ ഈർപ്പം കളഞ്ഞ് വാട്ടിയെടുക്കുകയാണ് ആദ്യപടി. വിതറിംഗ് എന്നാണ് ഈ പ്രക്രിയയുടെ പേര്. 16 മുതൽ 18 മണിക്കൂർ വരെ വിതറിംഗ് അഥവാ വാട്ടിയെടുക്കൽ നടക്കും. മനുഷ്യ സാന്നിധ്യം ഇവിടെ കുറവാണ്. തേയിലക്കൊളുന്തുകൾ ബാഗിലേക്ക് കയറ്റിവിടുകയേ വേണ്ടൂ. ഈ കൺവെയറുകൾ വഴി അത് ട്രഫുകളിൽ എത്തിക്കൊള്ളും. ട്രഫുകളിലാണ് വിതറിംഗ് അഥവാ വാട്ടിയെടുക്കൽ നടക്കുക. ദ്രുതഗതിയിൽ കറങ്ങുന്ന വലിയ ഫാനുകളാണ് ഈ പ്രക്രിയ നിർവഹിക്കുന്നത്. ഒരു ചതുരശ്ര അടിയിൽ 2.5 കിലോ കൊളുന്ത് എന്ന കണക്കിൽ ഒരു ട്രഫിൽ 3 ടൺ കൊള്ളത്തക്ക വിധമാണ് ക്രമീകരണം. അത്തരത്തിൽ 34 ട്രഫുകളാണ് കമ്പനിയിൽ പ്രവർത്തിക്കുക. വിതറിംഗ് കഴിയുന്നതോടെ തേയിലയിലെ ഈർപ്പം 85 നിന്ന് 70% തുടർന്ന് ഗ്രീൻ ലീഫ് സിഫ്റ്ററുകൾ വഴി തേയിലക്കൊളുന്ത് മുകളിലേക്ക്. അവിടെ എത്തിയാൽ പിന്നെ കല്ലും മണ്ണും വേർതിരിക്കലായി. തോട്ടത്തിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന കൊളുന്തുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയും മറ്റും ഇവിടെ മാറ്റപ്പെടും. മെഷീനിൽ ഘടിപ്പിച്ചിരിക്കുന്ന കാന്തങ്ങൾ ഇതിനെ സഹായിക്കും. ഇനി കൊളുന്തുകൾ നേരെ ഷ്രെഡിംഗ് യൂണിറ്റിലേക്കാണ് പോവുക. കൊളുന്തുകളെ മുറിച്ച് ചെറു കഷ്ണങ്ങളാക്കണം. അതിദ്രുതം പ്രവർത്തിക്കുന്ന 6 ബ്ലേഡുകളാണ് ഈ പ്രക്രിയ സാധ്യമാക്കുന്നത്. ഷ്രെഡിംഗ് യൂണിറ്റിൽ ഇലകൾ നന്നായി മുറിച്ചു മാറ്റപ്പെടും. മെഷീനുകൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെ അല്പം കൂടി സഹായിക്കുന്നത് റോട്ടർ വെയിൻ എന്ന ഉപകരണമാണ്. റോട്ടർ വെയിനിൽ കയറുന്നതോടെ ഒരു പ്രീ കണ്ടീഷനിംഗ് ആണ് യഥാർത്ഥത്തിൽ നടക്കുക. ഇനിയാണ് കാര്യം. ഇലയിലെ ജ്യൂസ് പുറത്തെത്തിക്കണം. അത് ഇലയുമായി നന്നായി കൂടി അരഞ്ഞു പോകണം. ഇതിനൊക്കെയും സഹായിക്കുന്നത് CTC എന്ന മെഷീനാണ്. ക്രഷ്, ടയർ ആൻഡ് കേൾ എന്നാണ് CTC മെഷീന്റെ പൂർണ്ണരൂപം. കൂർത്ത പല്ലുകളും റോളറുകളുമുള്ള CTC മെഷീനിൽ ഇലകൾ നന്നായി അരഞ്ഞ് ജ്യൂസുമായി മിക്സ് ചെയ്യും. ഇലയിലെ ജ്യൂസ് പുറത്തു വന്നാൽ അത് പിന്നെ അരപ്പിന്റെ കോട്ടിങ്ങായി മാറും. CTC മെഷീനിൽ നിന്നും അരഞ്ഞ തേയിലയില പിന്നീട് നേരെ പോകുന്നത് ഫെർമെന്റേഷൻ ഡ്രമ്മിലേക്കാണ്. യഥാർത്ഥത്തിൽ തേയിലയ്ക്ക് സ്വാദുണ്ടാക്കുന്ന പ്രക്രിയയാണ് ഫെർമെന്റേഷൻ ഡ്രമ്മിൽ നടക്കുക. ഒരു ഡ്രമ്മിൽ 1100ഓളം കിലോ കൊള്ളും. തേയിലയിലെ ചില ജൈവ രാസമാറ്റങ്ങൾ ഡ്രമ്മിനുള്ളിൽ സംഭവിക്കും. 60 മുതൽ 90 മിനിറ്റ് കൊണ്ടാണ് ഡ്രം ഈ പ്രക്രിയയെ സഹായിക്കുന്നത്.
ശക്തമായ പ്രാണവായുവിന്റെ വാദനം ഓരോ ഡ്രമ്മിലുമുണ്ട്. തേയിലയെ അക്ഷരാർത്ഥത്തിൽ പ്രാണവായുമായി കൂട്ടിക്കലർത്തുകയാണ് ഫെർമെന്റേഷൻ ഡ്രമ്മിന്റെ ജോലി. തേയിലയിലെ തിയോഫ്ലേവിൻ, റൂബിജൻ, ലിനലൂൾ, ജെറേനിയലൂൾ എന്നിങ്ങനെ ചില ആൽക്കലോയിഡുകളെ നന്നായി പാകപ്പെടുത്തുന്ന പ്രക്രിയ കൂടി ഇവിടെ നടക്കും. ഉയരം കൂടുമ്പോൾ ചായയ്ക്ക് സ്വാദ് കൂടും എന്ന പരസ്യവാചകവും നാം കേട്ടിട്ടുണ്ട്. അതിനൊക്കെയും സഹായിക്കുന്നത് ഈ ആൽക്കലോയിഡുകളാണ്. ഉയർന്ന മലനിരകളിലെ തണുപ്പിൽ ഈ ആൽക്കലോയിഡുകൾ നഷ്ടപ്പെടാറില്ല. അതൊക്കെയും തേയിലയുടെ സ്വാദും മണവുമായി മാറും. 60 മുതൽ 90 മിനിറ്റ് വരെയുള്ള ഫെർമെന്റേഷൻ പ്രക്രിയ കഴിഞ്ഞാൽ തേയില നേരെ പോകുന്നത് ഡ്രയറിലേക്കാണ്. ഡ്രമ്മിൽ നിന്ന് ഡ്രയറിലെത്തുവാൻ തേയിലയെ സഹായിക്കുന്നത് കൺവെയറുകളാണ്. കൺവെയറുകളിലെ ചെറു ഡ്രയറുകളിലേക്കാണ് ആദ്യം തേയില എത്തുക. 27 കിലോ കൊള്ളുന്ന ഓപ്പൺ കണ്ടെയ്നറുകളിൽ തേയില ഡ്രയറിലേക്ക് യാത്രയാണ്. ഈ സമയം തേയിലയിലെ ഈർപ്പം ഏതാണ്ട് 55% വരും. 3% ഈർപ്പമെന്ന സുരക്ഷിത സംവിധാനത്തിലേക്ക് തേയിലയെ എത്തിക്കുകയാണ് ഡ്രയറിന്റെ ജോലി. KDHP കമ്പനിയുടെ തേയില ഉൽപ്പാദന യൂണിറ്റിൻ്റെ തലവൻ ശ്രീ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം സാർ. നമസ്കാരം. ഈ തേയില എന്ന് പറയുമ്പോൾ ഒരു ലോകോത്തര അത്ഭുതമാണ്. അതിൻ്റെ കണ്ടുപിടുത്തം തന്നെ ഒരു അത്ഭുതമാണ്. ആകസ്മികമായിട്ടാണ് തേയില കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങേക്ക് ഈ ഇത്രയും നാളിതുവരെയുള്ള ഒരു അനുഭവത്തിൽ തേയിലയിൽ അങ്ങ് കണ്ട ഒരു അത്ഭുതം എന്താ? തേയില പച്ചവെള്ളത്തിന് ശേഷം ലോകത്ത് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു പാനീയമായിട്ട് കണക്കൂട്ടാമെന്ന് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചൈന പോലൊരു രാജ്യത്തിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഈ ചായയിൽ കൂടിയാണെന്നുള്ളതിൽ ഒരു ഉത്തമ ബോധമുള്ളത് കൊണ്ട് അതൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പാക്ക് ചെയ്യാവുന്ന തരത്തിൽ 3% ഈർപ്പത്തിലേക്ക് തേയില എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കൺവെയർ ബെൽറ്റുകൾ വഴി വൈബ്രോ മെഷീനിലെത്തും. ഇവിടെയാണ് സോർട്ടിങ്ങും ഗ്രേഡിങ്ങുമൊക്കെ നടക്കുക. പ്രത്യേക മെഷുകളാണ് ഇക്കാര്യത്തിൽ സഹായിക്കുക. തേയിലയിലെ നാര് വേർതിരിച്ച് തേയിലപ്പൊടിയുടെ അളവനുസരിച്ച് ക്രമപ്പെടുത്തി പ്രത്യേകമാക്കുകയാണ് ഈ മെഷീന്റെ ജോലി. സോർട്ടിംഗ് കഴിഞ്ഞാൽ നേരെ ഗ്രേഡിങ്ങിലേക്ക്. ഗ്രേഡിങ്ങിൽ വിവിധ ബ്രാൻഡുകളാണ് തേയില. SFT എന്ന സൂപ്പർ ഫയർ ഡസ്റ്റ്, SRD എന്ന സൂപ്പർ റെഡ് ഡസ്റ്റ്, RD എന്ന റെഡ് ഡസ്റ്റ്, PF എന്ന പീക്ക് ഓഫ് ഫാനിങ്, PD എന്ന പീക്ക് ഓഫ് ഡസ്റ്റ് എന്നിങ്ങനെ പോകുന്നു ആ നിര. കൂട്ടത്തിൽ സൂപ്പർ റെഡ് ഡസ്റ്റായ SRDയും ചൂടാമണി ഡസ്റ്റായ CD യും ഗോൾഡൻ ഡസ്റ്റായ GDയുമൊക്കെ വേറിട്ട് നിൽക്കും. ഇനിയുമുണ്ട് കാര്യം. തേയില നേരെ വിപണിയിലെത്തുകയല്ല, പാക്കിംഗ് എന്ന പ്രക്രിയയിലേക്ക് പോകണം. അതിനു മുമ്പ് തേയിലയുടെ ഗുണവും രുചിയുമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനായി പ്രത്യേക ടീ ടേസ്റ്റേഴ്സിനെ കമ്പനി നിയമിച്ചിട്ടുണ്ട്. ടീ ടേസ്റ്റേഴ്സ് ചില്ലറക്കാരല്ല. കമ്പനിയുടെ വാണിജ്യമൂല്യത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ടീ ടേസ്റ്റേഴ്സിനുള്ളത്. നാവിലെ രസമുകുളങ്ങളിൽ മറ്റു സ്വാദുകൾ പിടിപെടാൻ പാടില്ല. അത്രയ്ക്കും നൈർമല്യമുള്ള നാവുകൾക്ക് നല്ല തേയില രുചിച്ചറിയാനാകും. തേയിലയ്ക്ക് കയ്പുണ്ടോ, കറയുണ്ടോ, കരിഞ്ഞതാണോ, പുകഞ്ഞതാണോ, പച്ചച്ചുവയുണ്ടോ, മോശമാണോ എന്നൊക്കെ നിർണ്ണയിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തേയിലയുടെ ചില നല്ല ഗുണങ്ങളും മനസ്സിലാക്കണം. രുചി നോക്കാനായി വായിലെത്തുമ്പോൾ അത് പച്ചവെള്ളം പോലെ അലിഞ്ഞു പോകുന്നതാണോ അതോ നാവിൽ പിടിക്കുന്നതാണോ എന്നൊക്കെ നോക്കണം. രുചിക്കൊപ്പം തേയിലയുടെ സുഗന്ധം കൂടി അറിയേണ്ടതുണ്ട്. കടുപ്പമുണ്ടോ, വർണ്ണമുണ്ടോ എന്നൊക്കെ ഒറ്റ രുചിയിൽ തന്നെ മനസ്സിലാക്കണം. ഫ്ലേവറും തെളിച്ചവുമൊക്കെ പ്രധാനമാണ്. 5 ഗ്രാം തേയില 110 മില്ലിയിലേക്ക് മിക്സ് ചെയ്താണ് ഇതൊക്കെ നിർണ്ണയിക്കുക. തേയില ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ മത്സരം നടക്കുന്നുണ്ട്. ബഹുരാഷ്ട്ര കുത്തകകളൊക്കെ ധാരാളം ഈ രംഗത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വളരെ ഫാർമർ ഫ്രണ്ട്ലി, അതോടൊപ്പം തന്നെ തൊഴിലാളികളുമായി വളരെ സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരു കമ്പനി, വലിയൊരു കൂട്ടായ്മയാണ് ഈ KDHP എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിൽ, ആ ഒരു അനുഭവത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ആ പ്രവർത്തനങ്ങളൊന്ന് വിശദീകരിക്കാം. 2000 തൊട്ട് 2005 വരെ വളരെ ബുദ്ധിമുട്ടി കൂടുതൽ പോയ ഒരു കമ്പനിയാണ് ഈ പൂർവ്വ KDHPയുടെ മൂന്നാറിലെ പ്രവർത്തനങ്ങൾ. എങ്കിൽ 2005 ഒരു പുതിയൊരു ബിസിനസ് മോഡൽ നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി. അതിൽ തൊഴിലാളികളും ഓഫീസേഴ്സും മാനേജ്മെൻറ്റ് എല്ലാവരും കൂടി ചേർന്ന് ഇതിൽ ഓഹരി ഉടമകളായി അവരുടെ പങ്കാളിത്തത്തോടെ ഈ കമ്പനി നടത്തുമ്പോൾ ഒരു ഉണർവ്, അവരുടെ ഉത്സാഹവും വർദ്ധിക്കുന്നതായിട്ട് കണ്ടു.
അതിൽ ഒരു ഉടമസ്ഥ അവകാശം ഉണ്ടെന്നുള്ള ഒരു മനസ്സിലെ ഒരു സന്തോഷവും, അതുകൊണ്ട് ഈ കമ്പനിയിലേക്ക് കമ്പനി നമ്മുടെ സ്വന്തം കമ്പനിയാണെന്നുള്ള ഒരു ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം ആദ്യത്തെ വർഷം തൊട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പം കൂടാതെ ഈ വ്യവസായത്തെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന തേയില ഉൽപ്പാദനത്തിൽ നിന്നുണ്ടാകുന്ന മിച്ചം ഇതിലേക്ക് ഈ സ്ഥാപനത്തിൻ്റെ മുന്നേറ്റത്തിന് നമ്മൾ തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓഹരി ഉടമകളൊന്നും പുറത്തല്ല, അവരെ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇതിൽ കിട്ടുന്ന മിച്ചത്തിൽ നല്ലൊരു തുക ഇത് റീഇൻവെസ്റ്റ് ചെയ്ത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ എഫിഷ്യൻ്റായിട്ട്, കൂടുതൽ കോമ്പറ്റൻ്റായിട്ട് ഈ കമ്പനിയെ മുന്നോട്ട് നയിക്കുവാൻ പറ്റുന്നത് ഈ ഒരു പങ്കാളിത്ത പാർട്ടിസിപ്പേറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ കൂടിയാണെന്നുള്ള ഒരു സന്തോഷം കൂടി എപ്പോഴും. എല്ലാം കഴിഞ്ഞാൽ പാക്കിംഗ് ആയി. കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷന് നല്ല പാക്കിംഗ് യൂണിറ്റുകളുണ്ട്. എല്ലാം അന്താരാഷ്ട്ര നിലവാരമുള്ളവ. റിപ്പിൾ ടീ ഉൾപ്പെടെയുള്ള ഉന്നത നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുവാൻ ഇന്ന് കമ്പനിക്കാകുന്നുണ്ട്. മാത്രവുമല്ല, അന്താരാഷ്ട്ര കമ്പനികൾക്ക് തേയില എത്തിക്കുന്ന ജോലിയും KDHP ഇന്ന് ഏറ്റെടുക്കുന്നുണ്ട്. ബ്രിട്ടനിലെ പ്രധാന കമ്പനികളായ ട്വിനിങ്ങിനും ടെറ്റ്ലിക്കും ഇറ്റലിയിലെ വിശ്രുതരായ ഫെറാറോ കമ്പനിക്കുമൊക്കെ തേയില നൽകുന്ന ഏജൻസിയാണ് ഇന്ന് KDHP. തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും മനസ്സറിഞ്ഞ് അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഭൂമികയിൽ നിന്നും നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കമ്പനി. ഒരു വാർഷിക ഉൽപ്പാദനം എത്രത്തോളമാണ് KDHP? കണ്ണൻദേവൻ കമ്പനി ഏകദേശം 250 ലക്ഷം കിലോ ആണ് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ അങ്ങിപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ കാണുന്ന ഒരു പ്രതിസന്ധി എന്താണ്? ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ വെല്ലുവിളിയോ നേരിടുന്നുണ്ടോ? വർദ്ധിക്കുന്ന ചെലവ്, ഉൽപ്പാദന ചെലവിനെ മറികടക്കാൻ നമ്മുടെ തേയില വിപണിയിലെ വിലക്കുറവാണ് ഇപ്പോൾ ഉള്ള പ്രതിസന്ധി. അതിന് കാരണം എനിക്ക് തോന്നുന്നു ഒരു അശാസ്ത്രീയമായ രീതിയിൽ തേയിലയുടെ പുതിയ ഒരു കൾട്ടിവേഷൻ പല പുതിയ സംസ്ഥാനങ്ങളൊക്കെ തുടങ്ങുന്നതുകൊണ്ട് ഒരു ഓവർ സപ്ലൈ സിറ്റുവേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു വില തകർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ ഞങ്ങളുടെ പുതിയ മാർക്കറ്റുകളൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. നമുക്ക് എക്സ്പോർട്ട് മാർക്കറ്റിലൊക്കെ വളരെ ഒരു ഡിമാൻഡ് KDHP കമ്പനിയുടെ തേയിലയ്ക്ക് ഉണ്ടാക്കുവാൻ സാധിച്ചു. അത് അതിൻ്റെ ഭക്ഷ്യസുരക്ഷയുടെ ഒരു തലത്തിലും കൂടാതെ ഉൽപ്പന്നത്തിൻ്റെ തന്നെ ഒരു അതിന് പറഞ്ഞ ഒരു യുണീക്ക് ഫീച്ചേഴ്സ്, ക്യാരക്ടറൊക്കെ ഉണ്ട്. ഇതിൻ്റെ രുചിയും പടുപ്പവും അതിൻ്റെ ഈ പ്രദേശത്തുള്ള ആ ഒരു ഫ്ലേവറൊക്കെ പല മറ്റ് ഏരിയാസിൽ കിട്ടാത്ത ഒരു യുണീക്ക്നെസ് നമ്മുടെ മൂന്നാറിലെ തേയിലയ്ക്കുണ്ട്. അത് കാരണം ഇതിനെ മറികടക്കാൻ ഉള്ള ശ്രമങ്ങളൊക്കെ നടന്നു വരുന്നു. അത് ചാലഞ്ചായിട്ട് തന്നെ കാണുന്നുണ്ട്. ചരിത്രം ചിലപ്പോൾ അങ്ങനെയാണ്. കടന്നുപോകുന്ന നിമിഷത്തെയും അത് ചരിത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കും. തേയിലച്ചെടികൾ കുഞ്ഞു കൈകളാൽ മൂന്നാറിന്റെ വാനത്തെ തൊടാൻ കൊതിക്കുന്നു. തൊഴിലാളികളുടെ വീർപ്പുനീരാൽ ഉദയം കൊണ്ട KDHPയും അങ്ങനെ തന്നെയാണ്. വാനത്തേക്ക് തന്നെ ഉയർന്നുയർന്നു പോകുന്നു.